വീണ്ടും തിരുവോണ ദിവസത്തെ ഓണ വിശേഷങ്ങളിലേക്ക്, ഓണ വാർത്തകൾക്കപ്പുറത്തേക്ക് ഓണസദ്യയ്ക്ക് അല്പം സമയം കൂടി മതി. ആ സദ്യ ഉണ്ണാൻ എല്ലാ മലയാളികളും ഒരുങ്ങുന്ന ആ സമയത്ത് നമുക്കൊപ്പം ന്യൂസ് 8-നൊപ്പം ചേരുന്ന നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനും കുടുംബവും അദ്ദേഹം കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ന്യൂസ് 8-ന്റെ എല്ലാ ആശംസകളും ആദ്യം തന്നെ മിനിസ്റ്റർ താങ്കൾക്കും കുടുംബത്തിനും. കാരണം ഈ ഓണം സദ്യ കഴിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു അരമണിക്കൂർ സമയമാണ്. അതിനൊരു പ്രത്യേക നന്ദിയും കൂടെയുണ്ട് ന്യൂസ് 8-ന്റെയും പ്രേക്ഷകരുടെയും ഭാഗത്തു നിന്ന്. ഈ മന്ത്രി അതിനുശേഷമുള്ള ആദ്യത്തെ ഓണം ഏറ്റവും തിരക്കുള്ള ഓണമായി മാറിയോ ഇത്തവണ? ഓണത്തിന് എല്ലാ കാലത്തും നല്ല തിരക്കാണ്. ഇപ്രാവശ്യം ഈ കോവിഡിൻ്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ആഘോഷ പരിപാടികൾ പഴയതുപോലെ നടക്കില്ല. വീടുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം സൗഹൃദം പങ്കിടുക, ഭക്ഷണം കഴിക്കുക, ഇത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മുമ്പെല്ലാം ഓണത്തിന് നമ്മുടെ നാട്ടിലും നഗരത്തിലുമെല്ലാം വളരെ ആർഭാടത്തോടെയും ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമുള്ള വൈവിധ്യങ്ങളായ പരിപാടികളോടുകൂടിയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ നടക്കില്ല. കഴിഞ്ഞ 2 വർഷമായി നമുക്ക് ഈ കോവിഡിൻ്റെ ഭീതി നമ്മളെ വല്ലാതെ വേട്ടയാടുന്നതുകൊണ്ട് കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടേ ആഘോഷങ്ങളെല്ലാം നടക്കാൻ കഴിയൂ. ആ തരത്തിലാണ് ഞങ്ങളും ഈ കാര്യത്തിൽ പൂർണ്ണമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ എല്ലാ കുടുംബാംഗങ്ങളും കൂടെ ഉണ്ടോ? പ്രത്യേകിച്ച് പ്രേക്ഷകർക്കും ഒരു ആകാംക്ഷ കാണും, ആരൊക്കെയാണ്, പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ ഒരു കുടുംബാംഗ അടക്കം എല്ലാവരും ഒരുമിച്ചുണ്ടോ ഇത്തവണ? ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു കുടുംബമാണ്. ഞാൻ, എൻ്റെ ഭാര്യ അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. മൂത്ത മകൾ, അവളുടെ ഭർത്താവ്, രണ്ടുപേരും ഡോക്ടർമാരാണ്. കൊച്ചുമകൻ, പിന്നെ എൻ്റെ ഇളയ മകൾ ബിടെക് പാസ്സായി ഇപ്പോൾ PSC കോച്ചിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയ കുടുംബമാണ്, 5 പേര് ഉൾക്കൊള്ളുന്ന, കുട്ടിയെ കൂടെ കൂട്ടി 6 പേര്. അപ്പോൾ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഭാര്യയുടെ കുടുംബ തറവാട്ടിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഒരുമിക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇത് കഴിഞ്ഞാലുണ്ടാകും. എന്തായാലും മിസ്റ്റർ, നമ്മൾ ഓണക്കാലത്ത് ചേരുമ്പോൾ ഓർമ്മയിലെ ഓണം എന്ന് പറയുമല്ലോ. അപ്പം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ഓണം, പ്രത്യേകിച്ച് കോട്ടയത്തെ, അത് ഇത്തവണത്തേതാണോ ഓർത്തെടുക്കാനുള്ളത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു? ഇല്ല, ഓണം ഇതിനു മുമ്പ് വളരെ ആഹ്ലാദത്തോടെ ആരവങ്ങളോടെ ആഘോഷിച്ച സന്ദർഭങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ നാടിൻ്റെ വലിയ സാമൂഹികമായ മുന്നേറ്റത്തിൻ്റെ ഉള്ളടക്കത്തോടു കൂടി ഓണം ആഘോഷിച്ച സന്ദർഭങ്ങൾ. ഇപ്പോൾ പ്രളയക്കെടുതി വന്നപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമങ്ങളുണ്ടായി. ഒരു ഓണം പ്രളയത്തിലായിരുന്നു. ഞങ്ങളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഓണം ആഘോഷിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ഓണവും ഈ ഓണവും കോവിഡ് എന്ന മഹാമാരി വന്നതുകൊണ്ട് ആഘോഷങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. ഞങ്ങളതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മറ്റെവിടെയും ഒരു ആർഭാടം കാണിക്കാനായിട്ട് പോയിട്ടില്ല. വീടുകളിൽ ഒതുങ്ങി ഭക്ഷണ വിഭവങ്ങളൊക്കെ കഴിച്ചും കുടുംബാംഗങ്ങളോടൊപ്പം സൗഹൃദം പങ്കിട്ടും ആഘോഷങ്ങൾ നടത്തി പരിമിതപ്പെടുത്തുകയാണ്. കാരണം ഈ കാലഘട്ടം വളരെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കറിയാം കോവിഡിൻ്റെ വ്യാപനം അല്പം കൂടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ മുമ്പ് വളരെ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും ആർഭാദത്തോടെയൊക്കെ ആഘോഷിച്ചിരുന്നത് ഓർമ്മയിലുണ്ട്. ചില ഘട്ടങ്ങളിൽ വീടുകളിലെത്താൻ സമയം കിട്ടാതെ പോയ ഓണാഘോഷമുണ്ട്. കാരണം ഏതെങ്കിലും ദുരന്തം ഉണ്ടാവുകയോ ചെയ്താൽ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഇപ്പോൾ ഏതായിരുന്നാലും ഈ ഓണത്തിന് ഞങ്ങൾ ഇന്ന് വീട്ടിലുണ്ടാകാൻ അവസരമുണ്ടായി എന്നുള്ളത് വലിയ കാര്യമായി കരുതുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം ഓണാഘോഷം സദ്യയൊക്കെ കഴിക്കാൻ അവസരം ഉണ്ടാകുന്നത് നല്ല കാര്യമായി കരുതുന്നു. ഞാനൊന്ന് താങ്കളിൽ നിന്ന് മാറി ഞാനൊന്ന് താങ്കളുടെ ഭാര്യയോട് കൂടി, കാരണം അധ്യാപിക കൂടിയായ ചേച്ചി, എങ്ങനെയാണ് മന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്? സ്വാഭാവികമായും കുടുംബത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. വേറൊരു തിരക്കിലേക്ക് വന്നോ? എങ്ങനെയാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകത? വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മന്ത്രിയായിട്ട് ഒരുമിച്ച് ഓണം ചെലവഴിക്കാൻ വേണ്ടി സമയം കിട്ടിയതുണ്ട്. ഓണസദ്യയൊക്കെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ആ തിരക്കിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്കൊപ്പം ഈ കുറച്ച് സമയം. എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്.
മിനിസ്റ്റർ, ഇനിയിപ്പം എന്തായാലും ഓണത്തിന്റെ വിശേഷങ്ങളുടെ ഇടയിൽ ഒന്ന് ചോദിക്കട്ടെ. കാരണം ഇത്തവണ സഹകരണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ബോണസൊക്കെ കൊടുത്തൊരു വാർഷിക വരുമാനത്തിൻ്റെ 8.33% ഒരു ബോണസ്, പിന്നെ ഒരുപാട് പേർക്ക് 1,00,000-ലധികം പേർക്കൊക്കെ. അപ്പോൾ വലിയ രീതിയിൽ വകുപ്പിലെ ജീവനക്കാർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഓണം അതാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അത് സാമ്പത്തികമായി അത് വലിയൊരു ബാധ്യതയിലേക്ക് എത്തിച്ചോ? സർക്കാരിന് എങ്ങനെയാണ് വകുപ്പ് ഉറ്റുനോക്കുന്നത്? ഇല്ല, സർക്കാരിനെ സംബന്ധിച്ചോളം ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തരം ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ നിന്ന് പോലും വർക്കിംഗ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ എല്ലാ താല്പര്യങ്ങളും പരിരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും ഈ സർക്കാർ മുന്നോട്ട് പോവുക. അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ഫെസ്റ്റിവൽ അലവൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോണസ് കൊടുക്കേണ്ടവർക്ക് ബോണസ് കൊടുക്കാൻ, ജോലിയില്ലാത്തവർക്കും ഒന്നും കിട്ടാത്തവർക്കും പ്രത്യേകമായി ഞങ്ങളൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ ഏതാണ്ട് ഓണത്തിന് മുമ്പായി വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രംഗത്തും ആശ്വാസം പകർന്നുകൊണ്ട് ഈ ഓണം എല്ലാവർക്കും ആഘോഷിക്കത്തക്ക രൂപത്തിൽ സർക്കാരിൻ്റെ കിറ്റിന് പുറമെ പെൻഷന് പുറമെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കൈകാര്യം ചെയ്ത മറ്റൊരു വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പ്. അതിലുള്ള ആധാര എഴുത്തുകാർക്കാണെങ്കിൽ മുമ്പ് 2,000 രൂപ വരെയാണ് ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തിരുന്നത്. ഈ പ്രാവശ്യം അവർക്ക് ക്ഷേമനിധിയുടെയും ഫെസ്റ്റിവൽ അലവൻസ് ചേർത്ത് 5,000 രൂപ വെച്ച് കൊടുത്ത് അവർക്കും വളരെ സന്തോഷമായി അവർ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും വർക്കിംഗ് ക്ലാസിൻ്റെ ഇൻട്രസ്റ്റ് പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ് എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഓണം സമുചിതമായി ആഘോഷിക്കാൻ എല്ലാവർക്കും അവസരം ഒരുക്കിക്കൊണ്ടാണ് നയസമീപനങ്ങൾ ആവിഷ്കരിച്ചത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഈ സഹകരണ ഓണം വിപണി അതായിരുന്നു ഇത്തവണ സർക്കാരിന്റെ ജനങ്ങൾക്കുള്ള ഒരു സമ്മാനം. ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടിയുണ്ട് വകുപ്പിന്, സർക്കാർ. രൂപത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഞങ്ങൾ ഓണം വിപണിയിൽ കൺസ്യൂമർ ഫെഡ് വലിയ രൂപത്തിൽ ഇടപെട്ടിരുന്നു. തലസ്ഥാന നഗരിയിൽ 11-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക വിപണി ആരംഭിച്ചു. അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ ഏതാണ്ട് 1,400ഓളം പ്രാഥമിക സംഘങ്ങൾ വഴിയുള്ള ഓണച്ചന്തകൾ ഓരോ പ്രദേശത്തുമായിട്ട് ആരംഭിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഏരിയകളിലും നഗരപ്രദേശങ്ങളിലും ഈ ഓണവിപണി കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ മര്യാദ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാകുന്ന അവസ്ഥയുണ്ടായി. അതിന് സർക്കാർ നല്ല രൂപത്തിൽ സഹായിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സബ്സിഡിയോടുകൂടി സാധനങ്ങൾ ആളുകൾക്ക് കിട്ടത്തക്ക രൂപത്തിൽ വിപണി ഒരുക്കിയതുകൊണ്ട് ഓണം സമുചിതമായി ആഘോഷിക്കാൻ കഴിഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ സപ്ലൈകോയുടെ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. രണ്ടും കൂടി ചേർന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിതരണ ശൃംഖലകൾ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി കൃത്യമായി സ്വകാര്യ മേഖലയിൽ ഒരു ചൂഷണവും ഉപഭോക്താക്കൾക്ക് വരാതെ മുന്നോട്ട് പോകുന്ന പൊതു സാഹചര്യം ഉത്സവ സീസണിൽ ഉറപ്പിക്കാറുണ്ട്. അത് ഈ പ്രാവശ്യവും കൃത്യമായി സഹകരണ വകുപ്പ് മുൻകെടുത്ത് ചെയ്തിട്ടുണ്ട്, സിവിൽ സപ്ലൈസ് വകുപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഈ രംഗത്ത് പൊതുവിതരണ ശൃംഖലകൾ ഒക്കെ തന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കോവിഡ് കാലത്ത് പൊതുവെ ഇപ്പം മന്ത്രിയായതിനു ശേഷം ഇത്രയും മാസങ്ങളാണ് കടന്നു പോയത്. അപ്പോൾ എങ്ങനെയാണ് പൊതുവെ ഈ ഒരു മഹാമാരി കാലത്ത് അതിന് ഒരു സർക്കാരിനുണ്ടാകുന്ന വെല്ലുവിളികളുണ്ട്? അതിനപ്പുറത്തേക്ക് 2 വകുപ്പുകളും പ്രധാനമായിട്ടും അത് ഫേസ് ചെയ്ത വെല്ലുവിളികൾ എന്താണ്? പ്രത്യേകിച്ച് ചിങ്ങം കഴിഞ്ഞ് ഇനി ഒരു പുതുവത്സരം എന്നൊക്കെ പറയുമ്പോൾ ഉറ്റുനോക്കുന്ന പ്രതീക്ഷയൊക്കെ എന്താണ്? ഞങ്ങൾ കേരളത്തിൽ കോവിഡ് മഹാമാരിയുടെ കാലത്തും പ്രളയക്കെടുതിയുടെ കാലത്തും ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം പകർന്ന ഒരു വകുപ്പാണ് സഹകരണ വകുപ്പ്. കാരണം എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഭക്ഷണ സാധന സാമഗ്രികൾ എത്തിച്ചും പൾസ് ഓക്സിമീറ്റർ എത്തിച്ച് അതുപോലെ തന്നെ സാനിറ്റൈസർ, PP കിറ്റ്, ഹാൻഡ് വാഷ് എല്ലാം എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് സഹകരണ ബാങ്കുകൾ നടത്തിയിരുന്നു. അതിനുശേഷം എല്ലാ സ്ഥലത്തും അവർക്ക് ഭക്ഷണ വിഭവങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് 226 കോടി രൂപ ഈ 2 ഘട്ടങ്ങളിലായി കൊടുത്തത് സഹകരണ മേഖലയാണ്. ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിരുന്നത് ജീവനക്കാരും സഹകരണ ബാങ്കുകളും. പിന്നീട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാതരംഗിണി വായ്പാ പദ്ധതി, വിദ്യാഭ്യാസം ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ പാവപ്പെട്ടവർക്ക് സ്മാർട്ട് ഫോണോ ടാബോ ലാപ്ടോപ്പോ വാങ്ങാൻ നിർവാഹമില്ല.
ഞങ്ങൾ പലിശരഹിത വായ്പ 24 മാസത്തേന് പ്രഖ്യാപിച്ചു കൊടുത്തത് ആദ്യം സഹകരണ മേഖലയാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് 70 കോടി രൂപ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ. പിന്നീട് ഈ രംഗത്ത് വനിതകളുടെ സഹകരണ സംഘം സ്ഥാപിച്ച് സാനിറ്റൈസർ, മാസ്ക്, PP കിറ്റ്, ഹാൻഡ് വാഷ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒട്ടേറെ വ്യവസായ യൂണിറ്റുകൾ ഞങ്ങൾ വനിതാ സംഘത്തിൻ്റെ പേരിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം 12 യൂണിറ്റ് ഞങ്ങൾ ഒന്നിച്ച് 12 ജില്ലകളിലായി ആരംഭിച്ചു. അത് നല്ല രൂപത്തിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ്. ഇതിനു പുറമെ ചെറുപ്പക്കാരുടെ 25 സഹകരണ സംഘം ഞങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. യൗവനങ്ങൾ കൂടുതലായി സഹകരണ മേഖലയെ വന്ന് പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ളതാണ്, പുതിയ സംരംഭകരാണ്. അതേപോലെ തന്നെ കലാകാരന്മാരുടെ വലിയ സംഘടന ഞങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. നെൽകൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി 2 റൈസ് മില്ലുകൾ ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അത് സംഘം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ കൂടി ജനങ്ങളെ ഏറെ ആശ്വസിപ്പിക്കാനും ഒപ്പം ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ എല്ലാ വിഷമങ്ങളും ഉള്ളതുകൊണ്ട് വായ്പാ തിരിച്ചടവിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും പ്രഖ്യാപിച്ചു. അതിൽ പിഴപ്പലിശ ഒഴിവാക്കി കൊടുക്കും. അതുപോലെ തന്നെ പലിശയുടെ ഒരു ഭാഗം ഒഴിവാക്കി കിട്ടും. എല്ലാവർക്കും ആശ്വാസം പകരുന്ന രൂപത്തിൽ OTS ഇപ്പോൾ അനൗൺസ് ചെയ്തു. ആഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 30 വരെ അതിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഇങ്ങനെ സഹകരണ മേഖല ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. തുടർന്നും ആ ഇടപെടലുമായി മുന്നോട്ട് പോകുന്ന പുതിയ പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകി ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. ഓക്കെ, തീർച്ചയായും മിനിസ്റ്റർ. അപ്പം ഞാൻ ഓണത്തിന് വിശേഷങ്ങളിലേക്ക് ഒന്നും കൂടെ പോകണം. കാരണം എനിക്ക് തോന്നുന്നു അപ്പുറത്തിരിക്കുന്ന ചെറിയ അംഗം ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഒന്ന് പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും അവരെല്ലാം ഒന്ന് പരിചയപ്പെടാൻ കൂടി. സംസാരിക്കുമോ ന്യൂസ് 18 പ്രേക്ഷകരോട്? കൊച്ചുമകൻ എന്താണ് പേര്? എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പേര് മോൻ? പേര് പറയാമോ? ഇരുന്ന് ബോറടിച്ചു പോയോ? സ്വാഭാവികം, കുട്ടികൾ ഓണക്കാലമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത്രയും നേരം ഇരുന്ന് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിലാണ് ഞാൻ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഓണസദ്യയുടെ പ്രത്യേകത എന്താണ്? നേരത്തെ ചോദിക്കാൻ വിട്ടുപോയിരുന്നു, ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ വിട്ടുപോയിരുന്നു. ഇത്തവണത്തെ പൂക്കളം ഒരുക്കുന്നതിനേക്കാൾ കൂടുതൽ ഓണസദ്യക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ മധ്യകേരളം, പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ. ഇത്തവണത്തെ പ്രത്യേകത, ഏറ്റവും പ്രിയ വിഭവമൊക്കെ എന്തായിരിക്കും ഓണസദ്യയിൽ? മിനിസ്റ്ററുടെ ഏറ്റവും പ്രിയപ്പെട്ട സദ്യ വിഭവം എന്താണ്? പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മിനിസ്റ്റർക്ക് വെജിറ്റേറിയൻ ഊണ്, ഇന്ന് 2 തരം പായസം കൂട്ടിയുള്ള ഊണുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാണെന്നാണ് ചോദിച്ചത്. ഓണസദ്യയിൽ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കറി എന്താണ് മിനിസ്റ്റർക്ക്? അവിയൽ ഇഷ്ടമാണ്, പിന്നെ എരിശ്ശേരി ഇഷ്ടമാണ്. ഈ 2 കൂട്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറേ സമയം എടുത്തു ഓണസദ്യക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ് മിനിസ്റ്റർ നമുക്കൊപ്പം ചേർന്നത്. മിനിസ്റ്റർ, എന്തായാലും ഒറ്റ കാര്യം കൂടെ ചോദിച്ചുകൊണ്ട്, ഇപ്പോൾ കോവിഡ് കാലത്ത് ഓണം നേരത്തെ പറഞ്ഞു സർക്കാരിന് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത് ആഘോഷം കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ പേടിക്കുന്നത് ഒരു വലിയ അടച്ചുപൂട്ടൽ ഉണ്ടാകുമോ എന്നൊക്കെയാണ്. എങ്ങനെയാണ് സർക്കാർ കാണുന്നത്? അതുകൂടി പ്രേക്ഷകർക്ക്. ഇല്ല, സർക്കാർ ഏതു തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും, കോവിഡിൻ്റെ ഒരു 3ാം വരവ് ഉണ്ടായാലും അതിനെയെല്ലാം നേരിടാൻ നാനാതരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മുൻകരുതലോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രയാസവും ജനങ്ങൾക്കുണ്ടാവില്ല. അതാണ് സർക്കാരിൻ്റെ പൊതുനിലപാട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുരക്ഷാ സംവിധാനങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി കോവിഡ് വ്യാപനം പ്രതിരോധിക്കാനും ആശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ആരും വിസ്മരിച്ചുകൂടാ. ആഘോഷങ്ങൾ അതിരുകടക്കരുതെന്നും അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. മിക്കവാറും ഓണവിപണിയൊക്കെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കി കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചാണ് മിക്ക വിപണിയും പോയിട്ടുള്ളത്. അപൂർവം ചിലയിടത്തല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് കഴിഞ്ഞ ഏത് തരത്തിലുള്ള വ്യാപനം വന്നാലും അതിനെല്ലാം അതിജീവിക്കാനും മാക്സിമം ഇപ്പോൾ വാക്സിനേഷൻ നടത്താനും ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിനേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, വാഹനങ്ങളിൽ വരെ സഞ്ചരിക്കുന്നവർക്ക് വാഹനത്തിൽ ഇരുന്ന് വാക്സിൻ എടുക്കാൻ കഴിയുന്ന സൗകര്യം വരെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അതിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചത് നമ്മൾ ഒരു തുള്ളി വാക്സിൻ പോലും നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതിൽ നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു.
അപ്പോൾ ഈ കാര്യത്തിൽ ജനങ്ങൾക്കൊരാശങ്കയും വേണ്ട, ഭീതിയുടെ പ്രശ്നവുമില്ല. പക്ഷേ ജാഗ്രത വേണം. ആ ജാഗ്രതയോടുകൂടി ഓണത്തെ കാണണം, ആഘോഷം അതിരുകടക്കരുത് എന്ന രൂപത്തിലാണ് സർക്കാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് പൊതുവായി ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആളുകളുടെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്താറുള്ളത്. തീർച്ചയായും ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നത് മന്ത്രിയുടെ കുടുംബം അംഗങ്ങളെല്ലാവരും വരുമ്പോൾ അവരുടെ പേരുകളും ഒന്ന് പരിചയപ്പെടാന്നുള്ള ഒരു ആഗ്രഹം എല്ലാ പ്രേക്ഷകർക്കും അതൊക്കെയാണ് ചോദിക്കുന്നത്. അതും കൂടെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഭാര്യ ഗീത, മൂത്ത മകൾ ഹിമ, രണ്ടാമത്തെ മകൾ ഗ്രീഷ്മ, സണ്ണിലോ മരുമകന്റെ പേര് ഡോക്ടർ നന്ദകുമാർ. എല്ലാവരും കോട്ടയത്ത് തന്നെയാണോ മിനിസ്റ്റർ? എല്ലാവരും കോട്ടയത്ത്. കൊച്ചുമോന്റെ പേര് ഹയൻ. അല്ല, ഇവർ തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലാണ് നന്ദകുമാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ മോളും തിരുവനന്തപുരത്താണ്. ഇപ്പോൾ ഇളയ മോളും ഭാര്യയാണ് കോട്ടയത്തുള്ളത്. കൊച്ചുമോനും തിരുവനന്തപുരത്ത് ഇവരുടെ കൂടെ തന്നെ. ഹയാനും കുടുംബത്തിനും എല്ലാവർക്കും ന്യൂസ് 18 പ്രേക്ഷകരുടെയും തിരുവോണാശംസകൾ ഒരിക്കൽ കൂടി മിനിസ്റ്റർ. കാരണം ഓണസദ്യയുടെ തൊട്ട് മുമ്പുള്ള സമയം ഞങ്ങൾക്ക് ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. ഒപ്പം എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും താങ്കളുടെ ഭാര്യയ്ക്കും കൊച്ചുമകനും എല്ലാവർക്കും പ്രേക്ഷകരുടെയും ന്യൂസ് 18ന്റെയും തിരുവോണാശംസകൾ കൂടി ഒരിക്കൽ കൂടി നേർന്നുകൊള്ളൂ. നന്ദി. താങ്ക് യു. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവനും കുടുംബമാണ് തത്സമയം കോട്ടയത്ത് നിന്ന് ന്യൂസ് 18 ചേർന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരാം ചെറിയ